സാർ, മിസ്റ്റർ റോഷൻ, എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ? ഫ്രാൻസിസും ഭാര്യയും മരണപ്പെട്ടു. കുട്ടികൾക്ക് ജീവനുണ്ടായിരുന്നു. അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഫോറൻസിക്കുകാരിവിടെ പരിശോധന നടത്തുന്നുണ്ട്. വാട്ട് ഡു യു തിങ്ക്? എനി ചാൻസ് ഓഫ് റോബറി? യെസ് സർ, ഐ എം കമ്മിങ് ടു ദാറ്റ് പോയിന്റ്. മുറിയിലെ അലമാരിയും ഷെൽഫുമെല്ലാം തുറന്നു കിടന്നിരുന്നു. പിന്നെ ബോഡികളുടെ ദേഹത്ത് ആഭരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആഭരണവും പണവും നഷ്ടപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. കില്ലറുടെ മോട്ടീവ് അതായിരുന്നിരിക്കണം. ഇത് നമ്മുടെ പോലീസ് സേനയുടെ പ്രസ്തീജ് വിഷയം മാറിയിരിക്കുകയാണ്. സോ ആ സീരിയസ്നെസ് അന്വേഷണത്തിലുണ്ടാവണം. ഷുവർ സർ, ഐ വിൽ ടേക്ക് ഇറ്റ്. ഇമ്മീഡിയറ്റ് ഈ കേസിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടായിരിക്കണം. ഓക്കെ സർ. മേക്ക് തിങ്സ് ഫാസ്റ്റർ. ഓക്കെ സർ, തീർച്ചയായും. റോജർ. ഓക്കെ. മിസ്റ്റർ കമാൽ, DGP ആണ് വിളിച്ചത്. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അന്വേഷണത്തിൽ ആ സീരിയസ്നെസ് ഉണ്ടായിരിക്കണം. ഉടൻ തന്നെ പ്രതിയിലേക്കുള്ള സോളിഡ് എവിഡൻസ് കണ്ടെത്തണം. ഇറ്റ്സ് ഓൾ യുവർ റെസ്പോൺസിബിലിറ്റി. അണ്ടർസ്റ്റാൻഡ്? ടേക്ക് ഇറ്റ് സീരിയസ്. യെസ് സർ. ഓക്കെ, പ്രൊസീഡ്. സർ, ഇത് വില്യംസ്, മരിച്ച ഫ്രാൻസിസിന്റെ സഹോദരനാണ്. ഇരിക്കൂ. മിസ്റ്റർ വില്യംസ്, ഫ്രാൻസിസിന് ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ? ഇല്ല സാർ, വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ ആരെയും ദ്രോഹിക്കുന്ന ആളായിരുന്നില്ല ഫ്രാൻസിസ്. സാമ്പത്തിക ഇടപാടുകളിലും വളരെ കൃത്യത പാലിച്ചു. എൻ്റെ പെങ്ങളുടെ ഭർത്താവായിരുന്നെങ്കിലും അവൻ എനിക്ക് അനുജനെ പോലെയായിരുന്നു സാർ. ഫ്രാൻസിസിന് ഇവിടെ ആരെങ്കിലുമായി പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഉണ്ടായിരുന്നു? ഇല്ല സാർ, എന്ത് കാര്യമാണെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യാനായിരുന്നു അവന് താല്പര്യം. അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യതയില്ല സാർ. സാർ, ഇതാണ് മരിച്ച ലില്ലിയുടെ അച്ഛനും അമ്മയും. സാർ, എന്റെ മക്കൾ മക്കൾ സാർ, ഈ സ്ത്രീയാണ് സംഭവം ആദ്യം കണ്ടത്. ഇവരാണ് ഇവിടുത്തെ ജോലിക്കാരി. എന്താ നിന്റെ പേര്? ഷേർലി. നീ എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു? 5 വർഷമായി സാർ. ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു? ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു സാർ. നിന്റെ വീട്ടിൽ പോകാൻ കാരണം? എല്ലാ ഞായറാഴ്ചയും എൻ്റെ വീട്ടിൽ പോകാറുണ്ട്. ബാക്കി ദിവസങ്ങളിലൊക്കെ ഇവിടെയാ താമസിക്കുന്നത്. അങ്ങനെ പോയതാ. നിന്റെ അറിവിൽ അവർക്ക് ശത്രുക്കൾ വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല സാറേ, അങ്ങനെയുള്ളതായിട്ട് എനിക്കറിയില്ല. അവരൊക്കെ നല്ല ആളുകളായിരുന്നു. കൊച്ചമ്മ എന്നെ സ്വന്തം സഹോദരിയെ പോലെയാ കണ്ടിരുന്നത്. അത്രയ്ക്ക് സ്നേഹമായിരുന്നു എന്നോട്. ഒത്തിരി കഷ്ടപ്പാടുണ്ടായിരുന്നു എനിക്ക്. ഒരുപാട് സഹായങ്ങൾ ചെയ്തു തരുമായിരുന്നു. ആ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാ. അത്രയ്ക്ക് തങ്കപ്പെട്ട കുട്ടികളായിരുന്നു. അതുങ്ങളെ കാത്തോളേ എന്റെ കർത്താവേ. നിന്നെ ഞങ്ങൾ എപ്പോ വിളിച്ചാലും വരേണ്ടി വരും. ശരി സാർ. Pressure is too high.
സാർ മേ ഐ? കം. പ്ലീസ് ബി സീറ്റഡ്. താങ്ക് യു സാർ. സാർ, എബിയുടെയും ക്രിസ്റ്റയുടെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പേഷ്യൻസിൻ്റെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ്. ഉം. ബ്രെയിനിൽ ആഴത്തിലുള്ള ഇഞ്ചുറിയാണുള്ളത്. സർജറി കഴിഞ്ഞെങ്കിലും ദേ ആർ നോട്ട് കംപ്ലീറ്റ്ലി റിക്കവേർഡ് ഇറ്റ്. ഈ ഇഞ്ചുറി എബിയുടെ ബ്രെയിനിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഓർമ്മശക്തി വരെ നഷ്ടപ്പെട്ടേക്കാം. പെൺകുട്ടിക്കും ഗുരുതരമായ പരിക്കുണ്ട്. ആൻഡ് ദെയർ മേ ബി ചാൻസ് ഫോർ ഗോയിങ് ടു കോമ. അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് തളർച്ച, ചലനശേഷിയും നഷ്ടപ്പെട്ടു പോയേക്കാം ഒരുപക്ഷെ. ഇപ്പോൾ ഒബ്സർവേഷനിലാണ്. എനിവേ, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ സാർ. അപ്ഡേറ്റ്സ് ഞങ്ങളെ അറിയിക്കുമല്ലോ അല്ലേ? ഷുവർ. താങ്ക് യു സാർ. ഹലോ സാർ. സാർ, അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി കാൻ ട്രേസ് എനിവൺ. പ്രോപ്പറായ ഒരു എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ സമാനമായ രീതിയിൽ കൊല ചെയ്യുന്ന കൊലയാളികളെ പറ്റി ഞാൻ അന്വേഷിച്ചു. പക്ഷേ അവരൊന്നും ഇതിൽ ഇൻവോൾവ് ആകുന്ന ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഐ നോ സാർ. ഷുവർ സാർ. നാളെ അവരുടെ റിലേറ്റീവ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അവരിൽ നിന്നും എന്തെങ്കിലും ക്ലൂസ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ സാർ. സാർ, ഇത് ഹാമർചന്ദ്രൻ, എ നൊട്ടോറിയസ് ക്രിമിനൽ. ചുറ്റിക്ക് തലക്കടിച്ച് കൊല്ലുന്നതാണ് ഒരു രീതി. പിന്നെ ഡ്രഗ്സും. പക്ഷെ അവൻ 2 മാസമായിട്ട് ജയിലിലാണ്. അതുകൊണ്ട് ഈ ക്രൈമിന് പിന്നിൽ ഇവനവൻ സാധ്യതയില്ല സാർ. ഇത് അയൺമാൻ സാബു. ഇരുമ്പുപൊടിക്ക് തലക്കടിച്ച് കൊല്ലാണ് ഇവന്റെ രീതി. 1-2 സ്വർണ്ണ കവർച്ച കേസുകളിൽ ഇവന് ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. Then trace him. നോ സാർ. 2 മാസം മുമ്പ് നടന്ന അടിപിടി കേസിൽ തലയ്ക്ക് പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് സാർ. സാർ, ഇവൻ റിപ്പർ രവി മാസങ്ങളോളം ഒരു വീടോ സ്ഥാപനമോ ടാർഗറ്റ് ചെയ്ത്
തന്ത്രപരമായി അവിടെ കയറി മോഷണം നടത്തലാണ് അവൻ്റെ രീതി. പക്ഷേ ഇവ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയില്ല സാർ. പ്രതിയിലേക്കുള്ള തെളിവുകൾ തരേണ്ട കുട്ടികൾ അബോധാവസ്ഥയിലാണ്. ബട്ട് വി മസ്റ്റ് ഡെഫിനറ്റ്ലി ഫൈൻ ഹിം. ടേക്ക് ഇറ്റ് സീരിയസ്ലി. ഇന്നലെ ഒരു ഇമോഷണൽ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നിങ്ങളോടൊന്നും ചോദിക്കാതിരുന്നത്. ഈ സംഭവത്തിന് പിന്നിൽ നിങ്ങൾക്കാരെല്ലാം സംശയമുണ്ടോ? എനിക്ക് ആരും സംശയമില്ല സർ. കാരണം അത്രക്ക് പാവങ്ങളായിരുന്നു എൻ്റെ കുട്ടികൾ. ആരോടും ഒരു വഴക്കും വിദ്വേഷം ഉണ്ടായിരുന്നില്ല. അവരിവിടെ എത്തിയിട്ട് അധിക നാളായില്ല എന്ന് പറയുന്നു. വിദേശത്ത് നല്ല ബിസിനസ് ഉണ്ടായിരുന്ന ഫ്രാൻസിസ് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു തിരിച്ചുവരവ് നടത്തിയത്? ഗൾഫിൽ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഫ്രാൻസിസും ലിലിയും മകൾ +2-ഉം മകൻ ഡിഗ്രിയും പാസ്സായപ്പോഴാണ് നാട്ടിലേക്ക് മടങ്ങിയത്. കുട്ടികൾ നാടിൻ്റെ സംസ്കാരവും പൈതൃകവും അറിഞ്ഞു ജീവിക്കണമെന്ന് ഫ്രാൻസിസിന് വലിയ നിർബന്ധമായിരുന്നു. പിന്നെ ഫ്രാൻസിസും ഗൾഫ് നാടുകളിൽ 10 വർഷമായി ബിസിനസ് ചെയ്യായിരുന്നല്ലോ. ശിഷ്ടകാലം നാട്ടിൽ വന്ന് ജീവിക്കണമെന്ന് അവന് ആഗ്രഹമായിരുന്നു. അവിടുന്ന് വന്നതിന് ശേഷം ഇവിടെ വന്ന് അവൻ ഫർണിച്ചർ ബിസിനസ് തുടങ്ങി. വളരെ സന്തോഷപൂർവമായിരുന്നു അവരുടെ കുടുംബജീവിതം. ഏതായാലും ഒരുപാട് നാളുകൾക്ക് ശേഷം അളിയനെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. അതെന്താ അളിയാ, ഞാനെന്താ കാഴ്ച വസ്തുവാണോ? ഏതായാലും നല്ല തീരുമാനം ഫ്രാൻസിസ്. ഇനിയുള്ള കാലം നാട്ടിൽ തന്നെ കൂടാൻ തീരുമാനിച്ചത് നന്നായി. അല്ല, എബിമോനോടെ ഏട്ടൻ പഠിക്കായിരിക്കും വല്യപ്പച്ച. അവിടെ ഇതുപോലൊരു പഠിപ്പിയെ ഞാൻ ആദ്യമായിട്ട് കാണാം. ദേ കുഞ്ഞു, മതി കളിയാക്കിയത്. ലില്ലി, നീ അവനെ വിളിച്ചില്ലേ? എബി, എബി. സോറി വല്യപ്പച്ച, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനിലായിരുന്നു. മോൻ ഏത് കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത്? ഞാനിവിടെ സെന്റ് ജോസഫ് കോളേജിലാണ്. അത് നല്ല ക്യാമ്പസാണ്. ആ വർഷം നല്ല റിസൾട്ടാണ്. ഓ, ഇത് സ്ഥിരം ഏർപ്പാടാ വല്യപ്പച്ച. എന്ന് പപ്പ വിളിച്ച് ഫുഡ് കൊടുക്കണം. അങ്ങനെ പഠിച്ച ഒന്നും തലേ കയറില്ല. അത് ബോഡിയിൽ ഓവർസ്റ്റെയിൻ ഉണ്ടാക്കിയുള്ളൂ. ആര് പറഞ്ഞു? മോള് പറഞ്ഞത് ശരിയാണ് മോനെ. സമയത്തിന് ഫുഡ് കഴിക്കാതിരുന്നാലേ ശരീരത്തിന് കേടാ. അല്ലേലും വല്യപ്പച്ചൻ അവളുടെ സൈഡിൽ നിൽക്കത്തുള്ളൂ. അവള് നിന്നെക്കാൾ കുഞ്ഞല്ലടാ. കഴിക്കും, ഒരു മുട്ടോട് കഴിക്കും.